പറയുന്നുണ്ട് അങ്ങനെ വേറെ ഒരു സ്റ്റെപ്പും തന്നെ മേലേക്ക് പോകാനായിട്ടില്ല. അപ്പോൾ വേറൊരു ഡിറ്റക്റ്റീവ് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അത് റാംസൺ ആവാൻ ചാൻസ് ഇല്ല. പിന്നെ മാർത്ത അവളുമല്ല, അവൾ പോയപ്പോൾ ഹെർലൻ ജീവനോടെയുണ്ട്. പിന്നെ മേഘ അവൾ വന്ന ശേഷമാണ് മരിച്ചിരിക്കുന്നത്. ഇത് സൂസൈഡ് ആണ് എന്നാണ് ഏലിയ ഡിറ്റക്റ്റീവ് പറയുന്നത്. ഹെർലൻ തന്റെ കഴുത്ത് വെട്ടിയിട്ടുണ്ട്. ബ്ലഡ് വന്നിരിക്കുന്ന രീതി വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ആവാനാണ് ചാൻസ്. സോ ആ ടൈമിൽ ഇവിടെ ആരും തന്നെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ബിക്കോസ് ഹെർലൻ തന്നെയാണ് തന്റെ കഴുത്ത് വെട്ടിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ ബെന്നി പറയുന്നുണ്ട് എപ്പോഴും തെറ്റായ തെളിവുകൾ ഒരു ക്ലിയർ സ്റ്റോറി പറയും. ഞാൻ മോർണിംഗ് മുതൽ നോക്കുകയാണ്. ഇവിടെ എല്ലാവർക്കും നുണ പറയാൻ പറ്റുന്നുണ്ട്, ഏകദേശം എല്ലാവർക്കും. ബെന്നി മാർത്തയോട് ചോദിക്കുകയാണ് ഒരാഴ്ച മുന്നേ എന്താണ് ഉണ്ടായത്, എനിക്ക് അന്ന് എന്താ നടന്നത് എന്ന് ഒരു ചിത്രമുണ്ട്. നീ പറയുന്നത് വെച്ച് ഞാനത് ശരിയായ വഴിയിലൂടെയാണോ പോകുന്നത് എന്ന് എനിക്കറിയണം. അതുകൊണ്ട് സമാധാനത്തിൽ പറയും. നീയാണ് അന്ന് ഹെർലാനെ മേലേക്ക് കൊണ്ടുപോയത് ഒരു 11:30. പിന്നീട് 12 മണിയാകുമ്പോൾ നീ വീട്ടിലേക്ക് പോകുകയും ചെയ്തു. അന്ന് ആ ഒരു അരമണിക്കൂർ അവിടെ എന്താണ് ഉണ്ടായത്? അന്ന് അവിടെ സംഭവിച്ചത് ഹെർലാനും മാർത്തയും മേലെ വരികയാണ്. പിന്നീട് ഹെർലാൻ തന്റെ ഓഫീസിൽ പോയി ഗെയിം കളിക്കാനായി ഒരു കുട്ടിയെ പോലും വാശി പിടിക്കുകയാണ്. മാർത്ത ഗെയിം വേണ്ട, ഒരുപാട് ലേറ്റായി, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. ഹെർലാൻ പറയുകയാണ് ഇന്ന് എന്റെ പിറന്നാളാണ്, കളിക്കണമെന്ന്. അപ്പോൾ മാർത്ത പറയുന്നുണ്ട് മെഡിസിൻ എടുക്കാം. അപ്പോൾ ഹെർലാൻ ആ മെഡിസിൻ എടുക്കണമെങ്കിൽ നീ എന്റെ കൂടെ കളിക്കണം, നീ എന്താ വിചാരിച്ചത് എനിക്ക് ഒരുപാട് വയസ്സായി എന്നാണോ എന്ന് പറഞ്ഞ് ഓരോ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർത്ത ഓക്കെ എന്ന് പറഞ്ഞ് കളിക്കാനിരുന്നു. ഹെർലാൻ പറയുകയാണ് ഇന്നെങ്കിലും എനിക്ക് നിന്നെ തോൽപ്പിക്കണം.